ഗ്രൗണ്ടാണ് ഇപ്പൊ പശുവിന് മേയാൻ പാകത്തിന് പുല്ലിളിച്ചിരിക്കുന്നത്. പശുക്കൾക്ക് പോലും അത് കൊടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം ചെയ്യേണ്ടത് ചെയ്യാതെ അവസാനം ചെയ്യേണ്ടത് ആദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ നല്ല ഗ്രൗണ്ട് ഇല്ലാത്ത എന്നുള്ളത് നമ്മുടെ ജില്ലയ്ക്ക് ഏറ്റവും വലിയ അപമാനമായിട്ട് നിൽക്കുകയാണ്. സ്കൂൾ തലങ്ങളിൽ ജില്ലാ കായികമേളയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിന്റെ അവസ്ഥയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. സ്റ്റേഡിയം മുഴുവനും കാട് കയറി ട്രാക്കുകളൊന്നും തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കൊട്ടാരക്കരയിലേക്കാണ് ഇപ്പോൾ ജില്ലാ കായികമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ വലിയ രീതിയിൽ നമ്മുടെ കായിക താരങ്ങളെയൊക്കെ വാർത്തെടുക്കേണ്ട ഒരു ജില്ലയുടെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. കാരണം ലാൽ ബഹദൂർ സ്റ്റേഡിയം നമുക്ക് എല്ലാവർക്കും അത്രത്തോളം പരിചിതമായ, അത്രത്തോളം എല്ലാ ഫെസിലിറ്റീസും ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാട് കയറിയ സാഹചര്യത്തിൽ ഇതിന്റെ ഒരു സംഘാടകരും അല്ലെങ്കിൽ കായിക പ്രേമികളും ഒക്കെ പ്രതികരിക്കുന്നു. നമസ്കാരം സർ, എന്താണ് ഇപ്പോൾ തോന്നുന്നത് ഈ സ്റ്റേഡിയം ഇങ്ങനെ കിടക്കുന്നതാണ്? ഈ സ്റ്റേഡിയം കിടക്കുക എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഇവിടെ ഞാൻ ജില്ലാ പ്രസിഡന്റാണ് DFA. നമ്മുടെ ജില്ലയിൽ കുട്ടികൾക്ക് പരിശീലിപ്പിക്കുക അല്ല പരിശീലനം നടത്താൻ ഒരു സ്ഥലമില്ല. കാരണം നമുക്കൊരു ജില്ലാ ലീഗ് നടത്താൻ ഈ ജില്ലയിൽ ഒരു സ്റ്റേഡിയം ഇല്ലാത്ത അവസ്ഥയാണ്. നമുക്ക് മേജർ ടൂർണമെന്റ്സ് പോലും ജില്ലയിലേക്ക് കടന്നു വരാൻ കഴിയുന്നില്ല. ഇപ്പം ഞങ്ങൾക്ക് 28 വർഷത്തിന് ശേഷം ഒരു സംസ്ഥാന സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ഞങ്ങൾ ചവറയിലാണ് ഹോസ്റ്റ് ചെയ്യാൻ നോക്കിയത്. അപ്പം അന്ന് നല്ല മഴയാണല്ലോ. മഴ മൂലം അവിടെ കളി നടക്കാത്ത അവസ്ഥ. ഞങ്ങൾ ശാസ്താംകോട്ട DB കോളേജിലേക്ക് കൊണ്ടുവന്നു. ഒരു രാത്രി കൂടെ ഷിഫ്റ്റ് ചെയ്തു. നമുക്ക് നല്ല ടൂർണമെന്റ്സ് തയ്യാറാണ്. പക്ഷെ നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ നല്ല ഗ്രൗണ്ട് ഇല്ലാത്ത എന്നുള്ളത് നമ്മുടെ ജില്ലയ്ക്ക് ഏറ്റവും വലിയ അപമാനമായിട്ട് നിൽക്കുകയാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാവണം. ഇത് കൊട്ടാരക്കരയിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ആളുകൾക്ക് ഇതൊരു അസൗകര്യമായിട്ട് പലർക്കും മാറുമല്ലോ. ജില്ലാ ആസ്ഥാനത്ത് നടത്താതെ കൊട്ടാരക്കരയിൽ പോകുന്നതിനോടൊന്നും നമുക്ക് അത് കൊട്ടാരക്കരയിൽ പോകുന്ന ഇത്രയും കുട്ടികൾക്ക് അങ്ങോട്ടേ പോകുന്നു. ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സ് നടക്കുന്ന മത്സരങ്ങൾ അവിടെ നടത്തേണ്ടതാണ്. മാറ്റുന്നതിനോടൊന്നും അത് വളരെ പ്രതിഷേധം. സൗകര്യങ്ങൾ അവിടെ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. ജില്ലാ ആസ്ഥാനത്ത് കിട്ടുന്ന സൗകര്യം കൊട്ടാരക്കരയിൽ മാറ്റുമ്പോൾ കിട്ടില്ല. കാരണം നമ്മൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പരിപോഷിപ്പിച്ചുകൊണ്ട് നന്നായിട്ട് ഇതിനെ ഒരുപാട് വളരെ കുറച്ച് ദിവസങ്ങളാണ് പല സ്കൂളുകളിലും ആ ഒരു പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഒരു വരുന്ന ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് പെയിന്റ് അടിച്ചത് കൊണ്ട് മുഖം മാറുന്നില്ലല്ലോ, അവസ്ഥ മാറുന്നില്ല. കാരണം നമ്മൾ പെയിന്റ് അടിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനുപരി അതിന് വേണ്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണം. കാരണം ഇവിടെ കാട് പിടിച്ച് ഇതിനകത്തൊക്കെ ഇഴജന്തുക്കളുടെ ശല്യമാണെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പം ഇതിന് കയറാൻ കായികതാരങ്ങൾക്ക് പേടിയാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അടുത്ത വർഷമാണ്. കാരണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അവർക്ക് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും ഒരു മാതൃകയാവണമെങ്കിൽ അവർക്ക് അടിസ്ഥാനമായിട്ടുള്ള പരിശീലനം നൽകണം, അല്ലെങ്കിൽ മത്സരം നൽകണം. നല്ല രീതിയിൽ കളിച്ചാൽ മാത്രമേ അവർക്ക് നല്ല പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടത് ഒരു വഴിപാടുകൾ നടത്തിയാൽ ഒരു ഗുണവുമില്ല. ആ സ്പോർട്സിന് തന്നെ അല്ലെ നമ്മുടെ കായിക സംസ്കാരത്തിന് തന്നെ താഴോട്ടേ പോകുള്ളൂ. കഴിഞ്ഞ വർഷത്തെ സബ് ജില്ലാ ഗേൾസ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്ന ശ്യാമാണ് എന്റെ കൂടെ ഉള്ളത്. ശ്യാമിന് ഈ സ്റ്റേഡിയം കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേഡിയം ഇവിടെ ഇങ്ങനെ ഉണ്ടത് പറയാൻ തന്നെ നമുക്ക് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം നമുക്ക് ഒരുപാട് പ്ലേയേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് ഒരുപാട് കളിക്കാനുള്ള അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത് ഇങ്ങനെ ഒരു ഗ്രൗണ്ട് കിടക്കുന്നത് കൊണ്ട്. ഇപ്പൊ നിലവിൽ കൊല്ലത്ത് ഒരു സ്റ്റേഡിയം ഇല്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പ്രോപ്പറായിട്ടൊരു ട്രെയിനിങ് കിട്ടാനുള്ള സ്ഥലങ്ങൾ കുറവാണ്. ഇതിൽ നിന്നും നമുക്ക് കഴിഞ്ഞ കൊല്ലം, അതായത് ഈ വർഷം നാഷണൽസ് കളിച്ച 4ഓളം കുട്ടികൾ കൊല്ലത്തുണ്ട്. അവർക്ക് പ്രോപ്പറായിട്ട് ഗ്രൗണ്ട് ഇല്ല. എന്നിട്ട് കൂടി നമുക്ക് ഇവിടുന്ന് 4 പ്ലേയേഴ്സിനെ നാഷണൽ കളിക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഗ്രൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും അതിൻ്റെതായിട്ട് കാര്യങ്ങൾ നോക്കി ആ ഒരു ഗ്രൗണ്ടാണ് നമ്മൾ നോക്കുന്നത്. വേറെ ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല. ഒരു ഗ്രൗണ്ടാണ് ഇപ്പൊ പശുവിന് മേയാൻ പാകത്തിന് പുല്ലിളിച്ചിരിക്കുന്നത്. പശുക്കൾക്ക് പോലും അത് കൊടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എന്റെ കൂടെ ഉള്ളത് കോർപ്പറേഷൻ കൗൺസിലർ ആയിട്ടുള്ള കുരുവിള ജോസഫ് ആണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇവിടുത്തെ ഫുട്ബോൾ അസോസിയേഷന്റെ ട്രഷററും കൂടെയാണ്. നിലവിൽ ഈ സ്റ്റേഡിയം ഇത്രയും സങ്കടകരമായ രീതിയിൽ കിടക്കുന്ന കാണുമ്പോൾ എന്താ പറയുന്നത്? ഒരു കായിക പ്രേമി എന്ന നിലയിൽ വളരെയധികം വിഷമമുള്ള ഒരു സാഹചര്യമാണ്. കാര്യം കോടിക്കണക്കിന് രൂപയാണ് ഈ സ്റ്റേഡിയം മെയിൻറ്റെയിൻ ചെയ്യാൻ ഇപ്പം ചിലവാക്കി. പവലിയൻ കെട്ടാനായാലും ഈ സിന്തറ്റിക് ട്രാക്ക് വരാനായാലും ഈ പവലിയൻ്റെ മുഴുവൻ പെയിൻ്റ് അടിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ കോടിക്കണക്കിന് രൂപ ചിലവാക്കി. എന്നിട്ടും കായിക പ്രേമികൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഈ ഗ്രൗണ്ട് റെഡിയാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം ഇവിടെ ചെയ്തു. ഇത് ചെയ്താൽ ഇവിടെ ഒരിക്കലും കളി നടത്താം. കളി നടക്കാതെ എങ്ങനെയാണ് ഗാലറിയിൽ കളി കാണാൻ ആൾ വരുന്നത്, ഇരിക്കാൻ ആൾ വരുന്നത്? അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ചെയ്യാതെ അവസാനം ചെയ്യേണ്ടത് ആദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം കേരള സർക്കാർ മെസ്സി കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞു. സത്യത്തിൽ കേരളത്തിൽ മെസ്സി വന്നു എന്നും പറഞ്ഞുകൊണ്ട് ഫുട്ബോൾ വികസിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാനൊരു ഫുട്ബോൾ കളിക്കാരനാണ്. പക്ഷെ മെസ്സി വന്നോട്ടെ,
അതിനപ്പുറത്തേക്ക് ഈ പൈസ ഉപയോഗിച്ച് ഇവിടുത്തെ ഗ്രൗണ്ടുകൾ, കളിക്കളങ്ങൾ, സാധാരണ തീരദേശ മേഖലയിലെല്ലാം ഒരുപാട് കളിക്കാർ ഉയർന്നു വരണമെങ്കിൽ ഗ്രൗണ്ട് വേണം. ആ സംവിധാനങ്ങൾ ഒരുക്കാൻ ഓരോ ജില്ലയിൽ ഒരു സ്റ്റേഡിയം, കൊച്ചു കൊച്ചു സ്റ്റേഡിയങ്ങൾ പണിഞ്ഞ് ചെറുപ്പക്കാരെ കായിക ആക്ടിവിറ്റിയിലോട്ട് കൊണ്ടുവരാനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. അതിന് പകരം ഈ മെസ്സിയെ കൊണ്ടുവന്നത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നിർമ്മിച്ചാണ് കൊല്ലം കോർപ്പറേഷൻ ഈ ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പക്ഷേ ആദ്യം ചെയ്യേണ്ടത് അവസാനം ചെയ്യേണ്ടത് ആദ്യം ചെയ്യുന്നൊരു സാഹചര്യമാണ്. കാരണം ഇവിടുത്തെ പവലിയന്റെ നിർമ്മാണമാവട്ടെ, പെയിന്റിംഗ് ആവട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ നടത്തി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും നമുക്ക് പിന്നിൽ കാണാം ഈ തൊഴുത്തിന് സമാനമായ രീതിയിൽ, അല്ലെങ്കിൽ ഒരു പശുക്കൾക്ക് മേയാൻ പാകത്തിനുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേഡിയത്തിൽ പുല്ല് കിളിച്ചു നിൽക്കുന്നത്. പക്ഷേ ആ പുല്ല് പശുക്കൾക്ക് പോലും മേയാൻ വിടുന്നില്ല, അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ പ്രവർത്തകരും കായിക പ്രേമികളും പറയുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിത്സൻ, വിസ്മയ ന്യൂസ്.